നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ കൊച്ചിയിൽ വൈറ്റിലയിൽ നിന്നും ഇടപ്പള്ളിയിലേക്ക് പോകുമ്പോൾ വലതുവശത്തായിട്ട് തല ഉയർത്തി നിൽക്കുന്ന ഒരു ബിൽഡിംഗ് കണ്ടിട്ടുണ്ടാവും. മനോഹരമായ ആ ബിൽഡിങ്ങിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. അത് ഈ കാണുന്ന ട്രാവൻകൂർ ബിൽഡേഴ്സിൻ്റെ ഓപ്പസ് ഹൈവേ എന്ന പ്രോജക്റ്റാണ്. ഇപ്പോൾ ഈ മുന്നിൽ നിൽക്കുമ്പോൾ ഈ ഒരു സ്ഥലമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു വലിയ ഗാർഡൻ അടുക്ക് നിൽക്കുന്ന പോലെ തോന്നും. തീർച്ചയായിട്ടും അങ്ങനെ ചുറ്റും ഗാർഡനൊക്കെയുള്ള മനോഹരമായ ഒരു അപ്പാർട്ട്മെൻറ്റാണിത്. 1.25 ഏക്കറിൽ വെറും 80 അപ്പാർട്ട്മെൻറ്റ്സ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. മറ്റ് ബിൽഡേഴ്സൊക്കെ ആണെങ്കിൽ 3 ടവറൊക്കെ പണിയാവുന്നൊരു സ്ഥലമുണ്ട്, പക്ഷേ 1 ടവറേ ഉള്ളൂ. തന്നെയുമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർക്കിംഗ് പോലും ഈ ഒരു കോമൺ സ്പേസിൽ ഇല്ല എന്നുള്ളതാണ്. ഇതിൻ്റെ താഴത്തെ 4 ഫ്ലോറുകൾ പാർക്കിംഗാണ്. അതിൻ്റെ മുകളിലേക്കുള്ള ഫ്ലോറുകളിലാണ് അപ്പാർട്ട്മെൻറ്റുകൾ കൊടുത്തിരിക്കുന്നത്. ഇഷ്ടംപോലെ അമ്യൂണിറ്റീസ് ഉണ്ട്. വളരെ പ്രീമിയം അപ്പാർട്ട്മെൻറ്റാണ്. സെൻട്രലി എയർ കണ്ടീഷൻഡാണ്. അങ്ങനെ പല പ്രത്യേകതയാണ് ഈ ഒരു പ്രോജക്റ്റിനുള്ളത്. ഇതിലിപ്പോൾ പകുതിയോളം ആൾക്കാർ താമസമാക്കി കഴിഞ്ഞു. ബാക്കി കുറച്ച് യൂണിറ്റുകളാണ് ഇപ്പോൾ വിൽക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൽ എൻ്റെ ഒരു ഫ്രണ്ട് താമസിക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോകളോട് നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും. അദ്ദേഹം ഒരു പൈലറ്റാണ്. അദ്ദേഹത്തിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഒരിക്കൽ വന്നിരുന്നു. അപ്പോഴാണ് അതിമനോഹരമായ അപ്പാർട്ട്മെൻ്റ് ആണല്ലോ എന്ന് എനിക്ക് മനസ്സിലായത്. അദ്ദേഹം താമസിക്കുന്നത് ഏറ്റവും മുകളിൽ. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, വിമാനത്തിൽ നിന്ന് നേരെ ലാൻഡ് ചെയ്യാമല്ലോ അപ്പാർട്ട്മെൻറ്റിലേക്ക്. അത്രയും ഉയരത്തിലാണ് താമസിക്കുന്നത്. അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ അമേസിംഗ് ആണ്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിനെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടി നമ്മളിവിടെ ഉള്ളത് ട്രാവൻകൂർ ബിൽഡേഴ്സിൻ്റെ ഡയറക്ടർ മിസ്റ്റർ അസ്ലമാണ്. നമസ്കാരം. നമസ്കാരം. വളരെ പ്രീമിയം പ്രോജക്ട്സ് മാത്രം ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇവരുടേത്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിനെ പറ്റി നമുക്ക് ആദ്യം പറയാം. ഈ പറഞ്ഞ പോലെ ഇത്രയും ഹൈവേയുടെ സൈഡിൽ ഇത്രയും സ്ഥലം കിട്ടിക്കഴിഞ്ഞപ്പോൾ 1 ടവർ മതി, അതും 80 അപ്പാർട്ട്മെൻറ്റ്, ബാക്കി മുഴുവൻ ഇത്ര മനോഹരമായ കോമൺ ഏരിയ ആകാമെന്നൊക്കെ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? അതായത് നമ്മൾ സാധാരണ വില്ലകൾ ഇങ്ങനെ ഒരു റിസോർട്ട് ആംബിയൻസ് ചെയ്ത് ഞങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്പാർട്ട്മെൻറ്റ് ആ ഒരു ക്ലാസ്സിലേക്ക് ആരും കൊണ്ടുവന്ന് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഇത്രയും പ്രീമിയം ഒരു ലൊക്കേഷൻ, അതായത് ഹോളിഡേ ഇൻ ഹോട്ടലിൻ്റെ സൈഡിലായിട്ട് ബൈപ്പാസിൽ നിന്ന് ഒരു 150 മീറ്റേഴ്സ് മാറിയിട്ട് ഒരു ലാൻഡ് കിട്ടിയപ്പോൾ നമുക്ക് അവിടെ ഒരു കയ്യൊപ്പ് ചേർത്തണമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർ ബോഡി, ഇങ്ങനെ എന്താ ഗസിബോ, ഒത്തിരി കോമൺ സ്പേസസ് അങ്ങനെയൊക്കെ ചെയ്തിട്ട് നല്ല ലക്ഷായിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ് ഇതൊക്കെ ചെയ്തിട്ടൊരു പ്രോജക്റ്റ് ചെയ്യണമെന്നുള്ളൊരു കോൺസെപ്റ്റ് മനസ്സിൽ തോന്നിയത്. ബേസിക്കലി ട്രാവൻകൂർ ബിൽഡേഴ്സിൻ്റെ ഞാനല്ലാത്ത മറ്റ് 2 ഡയറക്ടേഴ്സും ആർക്കിടെക്ട്സാണ്. ഒരു 10-30 വർഷത്തോളമായിട്ട് വേരിയസ് പ്രോജക്ട്സ് കേരളത്തിലും വിദേശത്തും ഒക്കെ ചെയ്ത് എക്സ്പെർട്ടീസുള്ള 2 ആർക്കിടെക്ട്സാണ് ഇതിൻ്റെ സാരഥിക്കുന്നത്. അപ്പോൾ അവരുടെ ഇതിൻ്റെ ഓരോ എലമെന്റിലും അവരുടെ കയ്യൊപ്പ് നമുക്ക് കാണാം. അങ്ങനെയാണ് ഇവരുടെ മറ്റൊരു പ്രോജക്റ്റ്, അതിമനോഹരമായ ഒരു പ്രോജക്റ്റുള്ള നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകും. ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്ന സിനിമയിൽ അല്ലേ പൃഥ്വിരാജിൻ്റെ വില്ല കാണിക്കുന്നത് ട്രാവൻകൂറിൻ്റെ ഒരു പ്രോജക്റ്റാണ്. അതിമനോഹരമായ യൂറോപ്യൻ സ്റ്റൈൽ വില്ലയാണത്. അതിമനോഹരമായ വില്ല പ്രോജക്റ്റാണ്. അതൊരു സ്വിസ് ഗാർഡൻ അല്ലേ, അതിഗംഭീരമാണ്. എൻ്റയർ ഷൂട്ട് അവിടെയായിരുന്നു. അത് നമ്മൾ കണ്ടപ്പോൾ ഇങ്ങനെ ആലോചിച്ചത് ഏത് വില്ല പ്രോജക്റ്റ് ആണെന്ന്. കാരണം ഇത് ഇന്ത്യയിൽ തന്നെ ആണോ എന്ന് പോലും തോന്നിയത്, അത്രയും സുന്ദരമായിരുന്നു. അതെ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ പറഞ്ഞ പോലെ 80 അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഓരോന്നിൻ്റെ ഏരിയ ഒക്കെ എങ്ങനെയാണ്? അതായത് നമുക്ക് ഒറ്റ ടൈപ്പേ ഉള്ളൂ. ഇവിടെ നമുക്ക് ക്ലാസ് ഡിഫറൻസ് ഇല്ല. അതായത് 2250 സ്ക്വയർ ഫീറ്റിന്റെ ഐഡന്റിക്കൽ 80 അപ്പാർട്ട്മെന്റ്സ് ആണ് ഉള്ളത്. ഈ 80 അപ്പാർട്ട്മെൻറ്റ്സിനായിട്ട് നമ്മൾ മോർ ദാൻ 10,000 സ്ക്വയർ ഫീറ്റ് കോമൺ സ്പേസസ് കൊടുത്തിട്ടുണ്ട്. അതായത് പിന്നെ കൺസ്ട്രക്റ്റഡ് ഏരിയ 10,000 സ്ക്വയർ ഫീറ്റോളം. അത് പിന്നെ എന്താ പറയുക, പാർട്ടി ഹാളും ഇങ്ങനെ വലിയ ലോബി, പിന്നെ അതുപോലെ സ്കൈ ഗാർഡൻസ്, അങ്ങനെ കുറേ ഏരിയാസ് ആയിട്ട് നമ്മൾ ഒത്തിരി അമ്യൂണിറ്റീസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനന്ന് ക്യാപ്റ്റൻ ആനന്ദിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഞങ്ങൾ സ്കൈ ഗാർഡനിലൊക്കെ പോയി ഞെട്ടിപ്പോയിട്ടോ. അത് രാത്രിയിലായിരുന്നു. ഇവിടെ നിന്നുള്ള നമുക്കതിൽ നടന്ന് തന്നെ സ്ഥലങ്ങൾ കണ്ടു തന്നെ സംസാരിക്കാം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ ഈ കാണുന്ന ഗംഭീരമായൊരു ഗാർഡൻ. അവിടെ ഒരു ഗസിബോ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഇഷ്ടം പോലെ ഏരിയ അല്ലേ. തന്നെയല്ല, ഇപ്പോൾ നമ്മൾ രാവിലെ ഈ സമയത്ത് ഷൂട്ട് ചെയ്യാൻ വരുമ്പോൾ ആളുകളൊക്കെ ഇതുവഴി നടക്കുന്നുണ്ട്. ചുറ്റുപാടും നടന്നാൽ മതി, ഒരു കിലോമീറ്റർ ഉണ്ട്. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഒരേ സമയത്ത് 3 ഫംഗ്ഷൻ നടത്താനുള്ള സ്പേസ് നമുക്ക് അങ്ങനെ ഒരു സ്ഥലമുണ്ട്. ശരി. പിന്നെ ഈ കോമൺ ഗസ്റ്റ് പാർക്കിംഗ് അടക്കം നമ്മൾ ബിൽഡിങ്ങിനകത്താണ്. അതെന്ന് വെച്ചാൽ അപ്പം ഈ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ കാറ് പോകുന്ന ഒരു ശൈലിയില്ല. നേരെ റാമ്പ് വഴി നേരെ കയറി പോവുക, അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുക എന്നുള്ളത്. അതുള്ളൂ. അത് നമ്മുടെയൊക്കെ അപ്പാർട്ട്മെന്റിൽ ഏറ്റവും വലിയ പ്രശ്നമാണ്. വൈകുന്നേരം ഒരു 150 കുഞ്ഞുങ്ങൾ കളിക്കുന്നുണ്ടാവും. അതിൻ്റെ ഇടയ്ക്കൂടെയാണ് നമ്മളെല്ലാം ഡ്രൈവിംഗ് പരീക്ഷ നടത്തുന്നത്. എത്ര സ്പീഡ് ലിമിറ്റേഷൻ വെച്ചാലും ആൾക്കാർ ചിലർ വളരെ സ്പീഡിൽ പോകും. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം. അപ്പോൾ നമ്മൾ ലോബിയിലേക്ക് പ്രവേശിക്കുകയാണ്. ലോബിയെല്ലാം ഒരു എന്താ പറയുക 5 സ്റ്റാർ ഹോട്ടലിൻ്റെ രീതിയിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഞാനിവിടുത്തെ ഓരോ കാര്യങ്ങളും വന്ന് കണ്ടപ്പോൾ ശ്രദ്ധിച്ചതാണ്. ഏറ്റവും മനോഹരമായിട്ട് തന്നെ ഈ പറഞ്ഞ ആർക്കിടെക്റ്റിൻ്റെ കയ്യൊപ്പ് തീർച്ചയായിട്ടും ഉള്ള. അതെല്ലാം ഫിംഗർ പ്രിൻ്റിലാണല്ലേ? ശരി. അപ്പോൾ അത് അപ്പാർട്ട്മെൻറ്റ്സിനും അങ്ങനെ തന്നെയാണോ ഈ ഒരു സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എല്ലാം?
ഇത് കണ്ടല്ലോ, നമ്മൾ ഹോളിഡേ ഇൻ ഹോട്ടലിലേക്കാണോ കയറിയെന്ന് തോന്നിപ്പോകും കേട്ടോ. ഹോളിഡേൻ്റെ അടുത്തുള്ള ഒരു സ്ഥാപനം ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അധികം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, സാധാരണ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന പ്രോജക്ട്സിൽ ഇപ്പോൾ ലോബി ഒരു സിംഗിൾ ഹൈറ്റിൽ കൊടുത്ത് ചെറിയൊരു ലോബി ആയിട്ടാണ് കൊടുക്കുക. നമ്മളിവിടെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ലോബിയാണ്, ഡബിൾ ഹൈറ്റ് ലോബി. പക്ക ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ചെന്ന ഫീൽഡിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിഗംഭീരമായിട്ടുണ്ട് കേട്ടോ, അതിമനോഹരമായിട്ടുണ്ട്. അതുപോലെ എൻറ്റയർ കോമൺ ഏരിയ നമ്മൾ സെൻട്രലൈസ് ചെയ്യണം. അങ്ങനെ ചെയ്തു. ഇപ്പം നമ്മളിത് അസോസിയേഷന് കൈമാറി കഴിഞ്ഞാൽ അതോ നമ്മൾ തന്നെയാണോ ഇപ്പം മെയിൻ്റെനൻസ്? അസോസിയേഷൻ ആവും. ഇവിടെ ബില്ലിയാർഡ്സ് ടേബിളൊക്കെ ഉണ്ട്, ടേബിൾ ടെന്നീസ് ഉണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം ഇപ്പോഴത്തെ തുടക്കത്തിൽ തന്നെ. കാര്യം നമുക്ക് കളിക്കാൻ അറിയാൻ വരുന്നുള്ളൂ, സാധനമൊക്കെ കൂടെ ഉണ്ട്. ഇപ്പം ഈ താമസിച്ച് തുടങ്ങിയിരിക്കുന്നവരെല്ലാം ഇതിൻ്റെ തുടക്കം തൊട്ട് തന്നെ ഉള്ളവർ തന്നെയാണല്ലേ? അപ്പോൾ ഇതിന് അവിടെ മറ്റൊരു കോൺഫറൻസ് ഹാൾ പോലെ കാണുന്നുണ്ടല്ലേ, പാർട്ടി ഹാള്. ഇതാണ് ഒരു പാർട്ടി ഹാൾ അല്ലേ? ആകെ 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവിടെ താമസിക്കുന്ന എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന രീതിയിൽ. അതിൻ്റെ എൻട്രൻസ് അവിടെ നിന്നല്ലേ? ഇവിടെ നിന്നാണ്. ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വരുമ്പം നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. നിങ്ങൾക്ക് അവിടെ എൻ്റർടൈൻ ചെയ്യാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. മനോഹരമായ സോഫയൊക്കെ കൊടുത്ത് ഇവിടെ ഇരുത്താം. അതുപോലെ ഇവിടെ മനോഹരമായ ഒരു പാർട്ടി ഹാള്. ഒരു പിശുക്കും സ്പേസിൻ്റെ കാര്യത്തിൽ കാണിച്ചിട്ടില്ലല്ലേ? ലാവിഷായിട്ട്. ഗംഭീരമായിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ ലെഫ്റ്റ് സൈഡിൽ ബുഫേ കൗണ്ടർ ആണല്ലേ? വെളിയിൽ നിന്നുള്ളവരുടെ പാർട്ടി എടുത്ത് സമ്മതിക്കുമോ? അല്ലേ? സമ്മതിച്ചാൽ മതി. ഇതൊക്കെ ഒരു ഗംഭീര ഏരിയ ആണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് ചെയ്തിരിക്കുകയാണ്. ഈവൻ കസേര പോലും സാധനങ്ങളെല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ ഇതിനും വാഷ് ഏരിയയും അങ്ങനെയൊക്കെ വാഷ് ഏരിയ ഇവിടെ ഉണ്ട്. ഇതാണ് ഒരു കൗണ്ടറായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ലാവിഷായ ഒരു വാഷ്റൂം ഏരിയ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനൊരു നല്ല വാഷ് ഏരിയ ഉണ്ട്. പിന്നെ നമ്മൾ അങ്ങോട്ട് നടക്കുമ്പോൾ ടോയ്ലറ്റ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാർട്ടി ഏരിയയ്ക്ക് വരുന്നവർ അവർക്ക് ഇവിടെ തന്നെ ഉപയോഗിച്ചാൽ മതി, മറ്റൊരു സ്ഥലത്തേക്ക് ടോയ്ലറ്റിനൊന്നും പോകണ്ട. അതെ. അതുപോലെ ഇവിടെ വേറെ കിഡിലൻ ഏരിയ ഉണ്ട്. ഇതെനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പിന്നീട് തോന്നിയ ഐഡിയ ആണ് അല്ലേ? പിന്നീട് കോവിഡ് വന്നതിന് ശേഷം തോന്നിയ ഐഡിയ ആണ്. അതായത് ആദ്യത്തെ പ്ലാൻ ഇല്ലായിരുന്നു. ഇതിൽ കാണുന്ന ഒരു വർക്ക് സ്റ്റേഷൻ ഏരിയയാണ്. അതായത് നിങ്ങളിപ്പോൾ വീട്ടിൽ നിന്നും വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ വീട്ടിനകത്ത് തന്നെ ഇരിക്കണം എന്നില്ല, ഒരു ശല്യമായിട്ടല്ലേ? അതെ. അതും അത് സെറ്റായി വരുന്നേ ഉള്ളൂ. കാരണം പിന്നീടാണ് ഇങ്ങനെ ഒരു സംഭവം വിഭാവനം ചെയ്തത് അല്ലേ? അതെ, നന്നായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ജിമ്മാണ് അല്ലേ? ജിമ്മാണ്. ശ്യാമേ വാ. ഈ പാർട്ടി ഏരിയയുടെ തൊട്ട് ബാക്കിൽ തന്നെയാണ് താഴെ ജിമ്മുള്ളത്. ഇപ്പം എല്ലാവരും ബെഡ്റൂമിനൊക്കെ കൂടുതൽ നോക്കുന്നത് ജിമ്മുണ്ടോന്നാണ് അല്ലേ, അപ്പാർട്ട്മെൻ്റൊക്കെ വാങ്ങിക്കുമ്പോൾ? പിന്നെ നമ്മളിവിടെ ശരിക്കും ഈ ഹോട്ടൽ ക്ലാസിഫിക്കേഷനിലേക്ക് വരുമ്പോഴേ സ്റ്റാർ ഹോട്ടൽസിൻ്റെ കാറ്റഗറി വരുമ്പം സാധാരണ രീതിയിൽ ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ടോയ്ലറ്റ് ഫോർ ഡിസേബിൾഡ്, അങ്ങനെയുള്ള സംഭവങ്ങൾ. ശരി. ഡിസേബിൾഡ് ആയിട്ട് ആൾക്കാർക്ക് ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് അതൊക്കെ. പലപ്പോഴും നമ്മൾ പല അപ്പാർട്ട്മെൻറ്റ്സിൽ ഇപ്പോൾ വീൽ ചെയറിലൊക്കെ ആൾക്കാർ വന്നാൽ അവർക്ക് കയറാനും സൗകര്യമില്ല. പക്ഷേ ഇതിൽ ഞാൻ വീൽ ചെയർ ആക്സസ് അതും കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ ജിമ്മെന്ന് പറഞ്ഞ് ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്കൊരു മനസ്സമാധാനം ഇത് താഴെ ഉണ്ടെങ്കിൽ അല്ലേ? ഉണ്ടെന്നുള്ള എല്ലാ തരത്തിലുള്ള ആധുനിക സാധനങ്ങളുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് താഴെ പ്രധാനമായിട്ടുള്ള കോമൺ ഏരിയ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ഇപ്പോൾ ഈ കാർ പാർക്കിംഗ് എന്ന് പറയുന്നത് 4 ലെവലിലാണല്ലോ. അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ലെവലിലും കാർ പാർക്കിംഗ് ഉണ്ട്, അതല്ലേ കാണുന്നത്? ഈ ലെവലിലുള്ള പാർക്കിംഗ് ആണ്. അപ്പോൾ അവിടെ നിന്നെല്ലാം നമുക്ക് ഇങ്ങോട്ട് എൻ്റർ ചെയ്യാം. ലോബിയിലേക്ക് ആക്സസ് ഉണ്ട്. ശരി. ലോബിയിലേക്ക് ആക്സസ് ഉണ്ട്. പിന്നെ എല്ലാ ഫ്ലോറിലും നമുക്ക് രണ്ട് രീതിയിൽ ആക്സസ് ഉണ്ട്.
ലിഫ്റ്റ് ലോബിയിലേക്ക് രണ്ടിടത്തുനിന്നും ആക്സസ് ഉണ്ട്. അപ്പോൾ അതാത് സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ലിഫ്റ്റ് എടുത്ത് പോകാം. അതാ ലിഫ്റ്റിൻ്റെ കാര്യത്തിലും ബിസിക്കൊന്നുമില്ല. ഇതെന്താ ഇഷ്ടം പോലെ 3 ലിഫ്റ്റ്. ശരിക്കും പറഞ്ഞാൽ ഈ 80 ഫ്ലാറ്റിന് വേണ്ടിയിട്ട് 5 ഹൈസ്പീഡ് എലിവേറ്റേഴ്സ് ആണ്. ഓ 2 സർവീസസ്, അതായത് ഫുൾ ഫ്രണ്ട് ബെഡ് ലിഫ്റ്റ് ആയിട്ടുള്ള 2 ബെഡ് ലിഫ്റ്റും പിന്നെ 3 ഫാസ്റ്റ് ലിഫ്റ്റും. പിന്നെ നമുക്ക് ബാക്കിലൊരു ഏരിയ ഉണ്ട്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ബാക്ക് സൈഡിലൊരു ചിൽഡ്രൻ പ്ലേ ഏരിയ ഉണ്ട് അല്ലേ? തന്നെ ഇവിടെ ആവശ്യമായിട്ട് സ്ഥലം ഉണ്ടല്ലോ. പാർട്ടി ഏരിയ തന്നെയാണ് ഇവിടെ താമസം. മൊത്തം പാർട്ടി ഏരിയ കേട്ടോ. എല്ലായിടത്തും പാർട്ടി ഏരിയ കൊടുത്തിരിക്കുന്നതുകൊണ്ട് പാർട്ടി ഇല്ലാതെ പറ്റാത്ത അവസ്ഥയാവും. അതുപോലെ ഞാനിത് 1-2 സിനിമകളൊക്കെ കണ്ടല്ലോ ഇതിപ്പോൾ തന്നെ. ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ പിന്നെ ക്യൂൻ എലിസബത്ത് എന്ന് പറയുന്ന എം. മൂവി, മീര ജാസ്മിൻ്റെ സിനിമ അതിവിടെ ഷൂട്ട് ചെയ്തു. പിന്നെ ചിലപ്പോൾ ഫ്ലാറ്റ് കണ്ടാൽ അറിയത്തില്ല, അവർ മൊത്തത്തിൽ കളർ തീമൊക്കെ മാറ്റിയിട്ടാണ് ചെയ്തത്. നമ്മുടെ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഒരു ഹോട്ട്സ്റ്റാറിലെ സീരീസ് ഉണ്ട്. അത് പൂർണ്ണമായിട്ട് ഇവിടെ തന്നെ ഇവിടുത്തെ 2 ഫ്ലാറ്റിലായിട്ട് 1.5 മാസത്തോളം ഉണ്ട്. ആണല്ലേ? അതിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമാ മേഖലയുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കാം. കാരണം അത്രയും സ്പേസും ഈവൻ ലോബിയൊക്കെ ആണെങ്കിലും അത് എല്ലാം ലാവിഷായിട്ട്. മൂവി കൂടെ നടന്നു. അത് ഭാവനയുടെ ഒരു മൂവി, അത് റിലീസായിട്ടില്ല. ഭാവനയുടെ എനിക്കൊന്ന് പുള്ളിക്കാരി തിരിച്ചുവരവിൻ്റെ മലയാളം മൂവിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൻ്റെ കാഴ്ച കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മളെ കൊണ്ടാണ് പോകുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ഫ്ലോറിൽ വേറൊരു സർപ്രൈസാണ്. ശരി. അപ്പോൾ ഷിൻലറിൻ്റെ ഹൈ സ്പീഡ് ലിഫ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകുന്നു. 23 ഫ്ലോറാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ പാർക്കിങ്ങിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ്. ഈ ഫ്ലോറിലാണ് നമ്മളൊരു തിയേറ്റർ കൊടുത്തത്. അടിപൊളി. ഇത് നമ്മൾ നേരത്തെ തന്നെ കൺസീവ് ചെയ്തൊരു കോൺസെപ്റ്റാണ്. കാരണം ഇപ്പോൾ ഈ സിനിമ മുഴുവൻ OTT-യിലേക്ക് മാറി. അപ്പോൾ നമ്മൾ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്തെന്ന് വിചാരിച്ചുകൊണ്ട് പക്ക തിയേറ്റർ സ്റ്റൈൽ സീറ്റൊക്കെ ആയിട്ട് അടിപൊളി. പോപ്കോൺ ഉണ്ടായിക്കൊണ്ട് വന്നു, അത്രേ ഉള്ളൂ. അതെ, പോപ്കോൺ ഇവിടെ തരില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഗംഭീരമാണ് കേട്ടോ. ഇതുമൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് കാണാം. നമുക്ക് നൈബേഴ്സുമായിട്ട് വന്നിരുന്ന് കാണാം. നല്ല പ്രൊജക്ഷൻ സിസ്റ്റം ഒക്കെ ആയിരിക്കണം അല്ലേ? അടിപൊളി. ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ പൊതുവെ 22 സീറ്റ്. അതും നന്നായിട്ട് സൗണ്ട് സിസ്റ്റം ഒക്കെ അടിപൊളിയായിട്ട് എല്ലാം പക്കയായിട്ട്. അതെ, അക്കോസ്റ്റിക്സ് ഒക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കൊള്ളാം, അടിപൊളി. ഇത് പിന്നെ ഭാര്യയായിട്ടൊക്കെ വഴക്കുണ്ടാക്കിയാൽ ഇതിൻ്റെ അകത്ത് വന്നിരുന്ന നല്ല സിനിമ കണ്ട് മിണ്ടാതിരിക്കാം. അതൊക്കെയാണ് ഇവിടുത്തെ ഗുണം. അപ്പോൾ ഇനി പൂൾ ഡെക്കിലേക്ക് അല്ലേ? ഏത് ഫ്ലോറിലാണ് പൂള്? 3rd ഫ്ലോറിലാണ്. 3rd ഫ്ലോറിലാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ്സ് വരുന്ന. ആദ്യത്തെ ഫ്ലോർ 3rd ആണ്. അവിടെയാണ് നമ്മൾ പൂൾ ഇത് കൊടുത്തിരിക്കുന്നത്. എവിടെയും സ്പേസ് എന്നുള്ളതാണ് ഇവിടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് കേട്ടോ. ലാവിഷാണ്. എങ്ങോട്ട് നടന്നു പോയാലും എല്ലായിടത്തും ഇഷ്ടം പോലെ സ്പേസ്. ഇവിടെയൊക്കെ ആണെങ്കിലും കണ്ടോ എന്ത് സ്പേസ് ആണെന്നുണ്ടോ? ഒരു പിശുക്കും ഇല്ലാതെ സ്പേസൊക്കെ വാരിക്കോരി. താഴത്തെ ലെവലിൽ ഒരു പാർട്ടി ഇവിടെ നടത്താം. മൊത്തം പാർട്ടിയാണ് ഇവിടെ കേട്ടോ. ഇവിടെ വന്ന പാർട്ടി നടത്തിയിരിക്കണം എന്നുള്ളതാണ്. അതും വളരെ വലിയ പൂളാണ്. വളരെ ഭംഗിയായിട്ട് ഗംഭീരമായിട്ട്. ബേബി പൂളുണ്ട്. എന്നെപ്പോലുള്ളവർക്ക് നീന്തൽ അറിയാത്തവർക്ക് കുളിക്കാൻ ബേബി പൂളും ഉണ്ട്, വലിയ പൂളും ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ അപ്പാർട്ട്മെന്റ്സ് തുടങ്ങുകയാണ് അല്ലേ? ഈ ഫ്ലോറിൽ അത് വിൽക്കാനുള്ളതാണെന്ന് തോന്നുന്നു അല്ലേ? ആണോ? പോയതല്ലേ? ശരി. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് അപ്പാർട്ട്മെൻറ്റ് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇൻറ്റീരിയർ ചെയ്യുക എന്ന് പറയുന്നത് അപ്പാർട്ട്മെൻറ്റിനേക്കാളും വില അല്ലേ? പലരും ഇഷ്ടമാണ്. അതെ, പൈസയൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ ബേസിക്കലി ഇതിനകത്ത് സെൻട്രലൈസ് അടക്കമുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്. ബാക്കിയുള്ള ഫർണിഷിംഗ് തീമിനെ ബേസ് ചെയ്തിട്ട് ചെയ്യാന്നുള്ളൂ.
അപ്പോൾ ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ മുൻഭാഗത്തെ ആ ഒരു ഗാർഡൻ മനോഹരമായിട്ട് കാണാൻ സാധിക്കും. അതിമനോഹരമായ കാഴ്ചയായിട്ട് ഇവിടുന്ന്, അടിപൊളി. അപ്പോൾ ഇവിടെ നിങ്ങളിത് നേരെ അങ്ങോട്ട് നോക്കി കാണുന്ന ഹോൾഡെയിനാണ്. ഹോൾഡെയിനിൽ നിന്നും തൊട്ടടുത്ത് നേരെ മുൻഭാഗത്ത് 24 ന്യൂസിൻ്റെ ഓഫീസ്. അത്രയും ക്ലോസ് ടു എവറിത്തിങ് എന്നാണ് പറയുന്നത്. പ്രോക്സിമിറ്റി ഇവിടുന്ന് നിങ്ങൾ ജസ്റ്റ് വെളിയിലേക്ക് ഇറങ്ങിയാൽ ബൈപ്പാസാണ്. എവിടേക്ക് പോകാനും ഏറ്റവും എളുപ്പം. ബ്രൗൺ മാൾ, ലുലു മാൾ, അതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ. അതെല്ലാം ഈ പ്രോജക്റ്റിനെ പറ്റി പറയേണ്ടത്, സാധാരണ അപ്പാർട്ട്മെന്റ് പ്രോജക്റ്റിൽ നമുക്ക് കാണുന്ന ഒരു എലിവേഷൻ ട്രീറ്റ്മെന്റ് അല്ലേ ഇതിനകത്ത്. ഈ കാണുന്ന ടൈലും ഗ്ലാസും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പെയിന്റ് ചെയ്യേണ്ട ഏരിയ വളരെ കുറച്ചേ ഉള്ളൂ. കാരണം ഇത്ര ഒരു ഫേസ് മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ഈ സൈഡ് ആണെങ്കിലും ആ സൈഡ് ആണെങ്കിലും കൂടുതലും ടൈലും ഗ്ലാസ് കൂടെ ഉള്ള കോമ്പിനേഷൻ. അപ്പോൾ ഇത് ഫ്യൂച്ചറിലാണെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വളരെ ഈസിയാണ്. അതെ, അതൊക്കെ ഞാനൊക്കെ ഇപ്പോൾ അനുഭവിച്ചിട്ടിരിക്കുക. കാരണം വെച്ചാൽ ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ 60,000 രൂപ വെച്ചായി ഒരാൾക്ക് അത് പെയിൻറ്റ് ചെയ്യാൻ. അപ്പോൾ അതിപ്പോൾ നമ്മൾ തമാശയായിട്ട് കാണുമെങ്കിലും സംഭവത്തിലേക്ക് അടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു 5-6 വർഷം കഴിയുമ്പോൾ ഓരോ താമസക്കാരനും അത്രയധികം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇതിലാകെ ഒരു സൈഡേ ഉള്ളൂ ആകെ പെയിൻറ്റ് ചെയ്യാൻ. അത്രേ ഉള്ളൂ. അതെ, അത്തരം കാര്യങ്ങളൊക്കെ വളരെ പ്രാക്ടിക്കലാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ. അതെ, മാത്രമല്ല ഇതിന്റെ പഴക്കം നമുക്ക് ഫീൽ ചെയ്യില്ല കുറച്ച് കഴിഞ്ഞാൽ. ഇതൊരു ടോട്ടലി ഒരു കോണ്ടംപററി ഡിസൈൻ തീമിനെ ബേസ് ചെയ്തിട്ടുള്ള സംഭവമാണ്. പിന്നെ നമ്മൾ ഈ കാണുന്നത് ഓരോ ലിഫ്റ്റ് ലോബിയിൽ നിന്നും ഇറങ്ങി നിൽക്കാവുന്ന ഒരു കോമൺ ബാൽക്കണിയാണ്. ഡബിൾ ഹൈറ്റിൽ ബാൽക്കണി അതിൽ ചെടികളും ഒക്കെ വെച്ചിട്ട്. അപ്പൊ നമുക്ക് ഈ സൈഡിലുള്ളത് പോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഉണ്ട്. രണ്ട് സൈഡിലും ഇതുപോലെ ഇങ്ങനെ കോമൺ ബാൽക്കണി വരുന്നുണ്ട്. കൊള്ളാം കേട്ടോ. ഒരു കാര്യത്തിലും ഈ പിശുക്ക് കാണിക്കാതെ ആർക്കിടെക്ചർ ഒരു സ്റ്റൈലെന്ന് പറയുന്നത് മനോഹരമായിട്ടുണ്ട്. അപ്പോൾ താമസിക്കുന്ന എല്ലാവർക്കും കോമൺ ഏരിയ ഏറ്റവും കൂടുതലുണ്ട്. നമ്മളൊരു അല്ലേ, നമ്മുടെ വീടിനകത്തുള്ള സ്പേസിനെക്കാട്ടി കൂടുതൽ ഉണ്ട്. സാധാരണഗതിയിൽ ഇത്തരം അപ്പാർട്ട്മെന്റ്സ്, ഇത്രയും ഏരിയ ഉള്ള അപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ടൗണിൽ നിന്ന് ഒത്തിരി വിട്ടിട്ടായിരിക്കും. പക്ഷേ ഇത് മാത്രമല്ല, അല്ലെങ്കിൽ ഒത്തിരി നമ്പർ ഉള്ളിടത്ത് കൊടുക്കും. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു 300-400 അപ്പാർട്ട്മെന്റ് ഒക്കെ ഉള്ളിടത്ത് ഇതുപോലെ തിയേറ്റർ, ഇങ്ങനെ പാർട്ടികളൊക്കെ കൊടുത്തേ. കാരണം അത് യൂസ് ചെയ്യാനുള്ള ആൾക്കാരും അത്ര ഉണ്ടാവും. ഇത് 80 അപ്പാർട്ട്മെന്റ്സിന് വേണ്ടിയിട്ട് ഇത്രയും ഈ കാറ്റഗറിയിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും. ഇവിടെ ഒരു ഷവർ ഏരിയ ഉണ്ട്. നമ്മൾ കുളിക്കാൻ പോകുന്നതിന് മുമ്പൊന്ന് ഷവർ അതൊക്കെ ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ എറണാകുളം നഗരത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ളൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. 23rd ഫ്ലോറാണ് ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഞാൻ പറഞ്ഞില്ല. ഞാനന്ന് രാത്രിയിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നിട്ട് ഇവിടെ വന്നു. ഞങ്ങൾ രാത്രിയിൽ ഒരു രക്ഷയില്ലാത്ത ഏരിയ ആണ്. കണ്ടോ, ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം, അതിഗംഭീരമായിട്ടുണ്ട്. വീണ്ടും പാർട്ടി ഏരിയ, അതാണ് ഡബിൾ ഹൈറ്റ് ആണല്ലേ. സ്കൈ ക്ലബ്. അകത്തും ഏരിയ ഉണ്ട്. ഇവിടെ ഫുൾ ഓപ്പൺ ആണ് ഈ ഒരു ഏരിയ. ഇവിടെ നിന്നുള്ള കൊച്ചി നഗരത്തിൻ്റെ വ്യൂ എന്ന് പറഞ്ഞുണ്ടല്ലോ, നമ്മൾ ദുബായിലാണോ നിൽക്കുന്നതെന്ന് തോന്നിപ്പോവും. ഇതാ കണ്ടോ, ഇത്ര ഏരിയ എന്ന് പറയുന്നത് അമേസിംഗ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വലിയ പാർട്ടി, ഒരു കല്യാണം അല്ലേ ഒക്കെ നടത്താവുന്ന അത്രയും. അതെ, നേരെ മുന്നിൽ നിങ്ങൾ കാണുന്ന ഈ വാഹനങ്ങളൊക്കെ ഓടുന്നതാണ് ബൈപ്പാസ്. ഇത് നേരെ മുന്നിൽ കാണുന്ന, താഴെ കാണുന്ന വലിയ വീടെന്ന് പറയുന്നത് നമ്മുടെ വീഗാർഡിൻ്റെ ചെയർമാൻ കൊച്ചോസഫ് ചിറ്റിലപ്പള്ളിയുടെ വീടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാണല്ലോ സ്ഥലം ഏതാണെന്ന്. അദ്ദേഹത്തിൻ്റെ വീട് പണ്ട് ഇവിടെ ഈ ഹൈവേ ഒക്കെ വളരെ ചെറുതായിരുന്ന കാലത്ത് അദ്ദേഹം വാങ്ങിച്ചതാണ്. ഇവിടെ നിന്നുള്ള വ്യൂ അമേസിങ് വ്യൂ ആണ്. നമുക്ക് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കൊച്ചിയിൽ ഇപ്പം എക്സിസ്റ്റിംഗ് എന്താ പറയുക, ഈ സെൻട്രൽ മോൾ ഒഴിച്ച് ബാക്കി എല്ലാ മോളും ഇതിൻ്റെ ഒരു 3 കിലോമീറ്റർ റേഡിയസിലാണ്. 2 to 3 കിലോമീറ്റർ. പിന്നെ ഏത് സൈഡിലേക്ക് പോകും, ഇപ്പോൾ കാക്കനാട് പോകാൻ ഈ സൈഡിലുള്ള മതി. ഇങ്ങനെ തമ്മനം വഴി MG റോഡ്, ബൈപ്പാസ്, കണക്ടിവിറ്റിയുടെ കേസിൽ ഒന്നും നോക്കാം. നിങ്ങളിപ്പോൾ ഇൻഫോ പാർക്കിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മെയിൻ റോഡിൽ ഇറങ്ങാതെ നിങ്ങൾക്ക് നേരെ കാക്കനാട് എത്താൻ വേണ്ടി ഇതിൻ്റെ മുന്നിലെ ചെറിയ റോഡിൽ കൂടി വെണ്ണല വഴി നേരെ കയറി പോയാൽ മതി. വെണ്ണല വഴി പോകുമ്പോൾ എന്നെ കാണാനും സാധിക്കും. ഞാൻ ആ പ്രദേശമൊക്കെ ഉണ്ടാവും. എന്തായാലും ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒന്നും പറയാനില്ല, അങ്ങേയറ്റം ആവശ്യമാണ്. ഈ അകത്ത് പാർട്ടി ഏരിയ വെളിയിലും അകത്തും ഉണ്ടെന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ഒരു മഴ പെയ്താൽ അകത്ത് കയറി നിൽക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ സാധാരണഗതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഏത് അപ്പാർട്ട്മെന്റ് പ്രോജക്റ്റിന്റെ മുകളിൽ കയറി നോക്കിയാലും ഈ പാരപ്പറ്റിന്റെ സൈഡിലൂടെ ഇങ്ങനെ കുറേ പൈപ്പ് പോകുന്നത്. കാരണം അതിന്റെ പ്ലംബിങ്ങിന്റെ ഡിസൈൻ അങ്ങനെയായിരിക്കും. ഈ പൈപ്പ് ഇങ്ങനെ വന്ന് മൊത്തത്തിൽ നമുക്ക്, നമ്മൾ ഈ ടെറസിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അത് കാരണം പ്ലംബിംഗ് ഡിസൈൻ ലേഔട്ട് മൊത്തത്തിൽ നമ്മൾ
വേറൊരു രീതിയിൽ ഓ ശരി. അത്തരം പൈപ്പ്സ് ഒന്നും കാണുന്നില്ല അല്ലേ? ഒന്നുമില്ല. ആ ഇതുപോലെ തന്നെ രണ്ട് സൈഡിലും ഉണ്ട്. അവിടെ ഉണ്ട്. നമുക്ക് അങ്ങോട്ടും കൂടെ പോകാം. അതുപോലെ ഉണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ കൂടെ ഒന്ന് കണ്ടു. ഇത് മറ്റൊരു സൈഡ്, അതായത് വൈറ്റില സൈഡാണ് നമ്മൾ ഇവിടുന്ന് കാണുന്നത് അങ്ങേ അറ്റത്തേക്ക്. ശ്യാമ ക്യാമറ താഴെ പോകാൻ നോക്കിക്കോണേ. 23-ാം നിലയിൽ നിന്ന് ക്യാമറ പോയാൽ പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല. അതാണ് അങ്ങ് ഒക്കെ കാണുന്നത് വൈറ്റിലയുടെ അങ്ങേ അറ്റം. ലെഫ്റ്റിലേക്ക് പോയാൽ ഭൂതങ്ങളൊക്കെ നിൽക്കുന്ന പോലെ നിൽക്കുന്നത് ഓയിൽ റിഫൈനറിയുടെ കുഴലുകൾ. പിന്നെ ക്ലിയർ സ്കൈ ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് ഇവിടുന്ന് സീ വരെ കാണാം അല്ലേ? കടൽ കാണാം. നല്ല വ്യൂ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് മറ്റേ നെടുമ്പാശ്ശേരി ഭാഗത്തെ മലനിരകളും ചില സമയത്ത് ഇവിടുന്ന് കാണാറുണ്ട്. നല്ല ക്ലിയർ സ്കൈ. സീസണിൽ നമുക്ക് സ്കൈ ക്ലിയർ അല്ലാത്ത. അതെ. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ഇതാ ട്രാവൻകൂറിൻ്റെ ലോഗോയാണ് നമ്മൾ കാണുന്നത്. 23-ാം നിലയുടെ മുകളിൽ ഫിറ്റ് ചെയ്ത ആളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു അല്ലേ? എന്തായാലും ഇതേപോലെ നിങ്ങൾ ഈ ഓപ്പോസിറ്റ് കാണുന്നത് ഇതേപോലെ തന്നെയുള്ളൊരു ഏരിയ ആണ്. ഇതാ നേരെ ഓപ്പോസിറ്റ് അവിടേക്കാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡിലുമായിട്ടാണ് ഈ പാർട്ടി ഏരിയ കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ സീറ്റുകളും ഒക്കെ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം വൈകുന്നേരം നുണക്കഥകളൊക്കെ പറഞ്ഞും പരദൂഷണം പറഞ്ഞുമൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഏരിയയാണ്. ഇതേ സെയിം ഏരിയ നമ്മൾ ഇവിടെയും കാണുന്നു. സെയിം ഓപ്പോസിറ്റ് സൈഡിലും ഇതും വളരെ ലാവശ്യം. ഇവിടെ ഒരു കൗണ്ടറൊക്കെ ഉണ്ട്. ബാർ കൗണ്ടറുണ്ട്. ആൾക്കാരുടെ മനസ്ഥിതി അനുസരിച്ച് കോഫി കൗണ്ടറിൽ ബാർ കൗണ്ടറാക്കാൻ പറ്റും. ഞങ്ങൾ കോട്ടയംകാർ താമസിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഞങ്ങളത് ബാർ കൗണ്ടർ ആക്കുകയുള്ളൂ. വീണ്ടും അവിടെ കണ്ടതുപോലെ തന്നെയുള്ളൊരു ഓപ്പൺ ഏരിയയാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ഈ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇവിടെ നമുക്ക് ഇൻസിനറേറ്റർ ഉണ്ട്. പിന്നെ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം ഓൾറെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മൾ വെള്ളം എങ്ങനെയാണ്? വെള്ളം നമുക്ക് ഓൺ സോഴ്സിലെ വെള്ളം, അതായത് ഇവിടുത്തെ വെള്ളം കുടിക്കാൻ കൊള്ളാവുന്ന വെള്ളം. നമുക്കിവിടെ ഒരു ഓപ്പൺ വെല്ലുണ്ട്. അതിനകത്തുനിന്ന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള വാട്ടർ നമുക്ക് കിട്ടുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ട്. പുറത്തുനിന്ന് നമുക്ക് ടാങ്കർ വാട്ടർ അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ സെക്യൂരിറ്റി, സേഫ്റ്റി അത്തരം കാര്യങ്ങളും. പിന്നെ എല്ലാ ഫ്ലാറ്റിനും വീഡിയോ ഡോ ഫോൺ വരുന്നുണ്ട്. പിന്നെ അങ്ങനെ ടോട്ടൽ സെക്യൂരിറ്റി വൈസ് നോക്കിയാലും എല്ലാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ അൺഡിവൈഡഡ് ഷെയർ ആയിട്ട് കൂടുതലുണ്ടാവും ഇവിടെ താമസിക്കുന്നവർക്ക് അല്ലേ? 1.5 സെന്റ് ഉണ്ട്. ഓ ശരി. ഇവിടെയൊക്കെ ഒരു സെന്റിന് തന്നെ 25-30 ലക്ഷം വരെയുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വിലയെപ്പറ്റിയൊക്കെ ഞാൻ നമ്പർ കൊടുക്കാം, നേരിട്ട് വിളിച്ച് ചോദിക്കാം. എന്തായാലും ചെറിയൊരു ബാർഗെയിനിങ് സ്പേസ് ഒക്കെ ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് ഞാൻ വില പറയുന്നില്ല. അപ്പോൾ ഇനി നമുക്കേ ഇതിപ്പോൾ കോമൺ ഏരിയകൾ ഏകദേശം നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു അപ്പാർട്ട്മെൻറ്റ് കാണാൻ പറ്റുമോ? ജസ്റ്റ് സ്പേസ് ഒന്നറിയാൻ വേണ്ടി. കാരണം ഇവിടെ താമസിക്കുന്നവരുടെ വീട്ടിൽ കയറി ചെല്ലുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഏതെങ്കിലും ഇന്റീരിയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫ്ലാറ്റ് പിന്നെ സ്പേസ് ഒന്നറിയാൻ വേണ്ടി മാത്രമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന 18th ഫ്ലോറിലാണ്. അപ്പം ഇതിൻ്റെ ലിഫ്റ്റ് ലോബി നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ലിഫ്റ്റ് ലോബി കൊടുത്തിരിക്കുന്നത്. സാധാരണഗതിയിൽ ലിഫ്റ്റ് ലോബിയിൽ ഇറങ്ങി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഏതെങ്കിലും അപ്പാർട്ട്മെൻറ്റിൻ്റെ ഡോറ് കാണും. ഇതങ്ങനെ കാണത്തില്ല, സെപ്പറേറ്റ് ആയിട്ട്. അപ്പം പാസഞ്ചർ ലിഫ്റ്റ് ആണെങ്കിലും സർവീസ് ലിഫ്റ്റ് ആണെങ്കിലും അത് സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ വന്ന് നിൽക്കുന്ന സ്ഥലത്താണ് ശരിക്കും അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഡോറുകളുള്ളത്. അതെ. ഇത് ഇങ്ങനെ 4 എണ്ണമാണോ? ഒരേപോലത്തെ നാല് അപ്പാർട്ട്മെൻറ്റ്സാണ് ഉള്ളത്. ഇവിടെയും ഉണ്ട് ലാവിഷായിട്ട് സ്ഥലം. ലാവിഷായിട്ട് നടുവിലും. അതെ. നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഈ ചപ്പൽ സ്റ്റാൻഡോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം. ലാവിഷായിട്ടുള്ള. അതുകൂടാതെ അവിടെ അങ്ങനെ ഒരു നേരത്തെ നമ്മൾ താഴെ നിന്ന് കണ്ട ഒരു ബാൽക്കണി കണ്ടില്ല? ബാൽക്കണി ഏരിയ, ഓപ്പൺ ബാൽക്കണി ഏരിയ ഉണ്ട്. അതൊരു കോമൺ ബാൽക്കണി ഏരിയ. ഇത് നമുക്ക് ഇവിടുന്ന് തുറന്ന് എല്ലാവർക്കും അവിടെ. അപ്പോൾ ഈ ഒരു 4 അപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് നിന്ന് കഥയൊക്കെ പറഞ്ഞ് നിൽക്കാം. അതെ. ഇങ്ങനൊരു ഏരിയയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഇഷ്ടംപോലെ കോമൺ ഏരിയ നോക്കിയാലും. അതെ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മുടെ ഈ അപ്പാർട്ട്മെൻറ്റ് ഡിസൈൻ ചെയ്ത 2 ആർക്കിടെക്ട്സ് ഉണ്ടല്ലോ, അവർ രണ്ടുപേരും അപ്പാർട്ട്മെൻറ്റുകളിലാണോ താമസിക്കുന്നത്? ഇപ്പോൾ അല്ല, അവർ പക്ഷേ അപ്പാർട്ട്മെന്റിലേക്ക് മാറാൻ സാധ്യത. അപ്പാർട്ട്മെന്റുകളിൽ താമസിച്ച് പരിചയമുള്ളവരാണ് പെട്ടെന്ന് ഇങ്ങനെയുള്ള ചില കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ എത്രത്തോളം റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ് ജീവിക്കുന്നതെന്ന് അറിയുന്നുള്ളത്. അതെ, ശരിയാണ്. അപ്പോൾ ഇത് പക്ഷേ അത് മനസ്സിലാക്കി തന്നെ ഗംഭീരമായിട്ട് കോമൺ ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഒരു അപ്പാർട്ട്മെൻറ്റ് കാണാൻ പോവാണ്. പക്ഷേ ഇത് പണി നടക്കുന്നേ ഉള്ളൂ. എങ്കിലും ഞാൻ ആ സ്പേസ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതാണല്ലേ 18. നമ്മൾ നടന്നു. അപ്പോൾ ഇതിൻ്റെ ഡോറ് തന്നെ നമ്മൾ സാധാരണ കാണുന്ന ഡോറ് പോലല്ല, ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള, അതായത് ഒരു ചെറിയ ഡോറും ഒരു വലിയ ഡോറും. അപ്പോൾ എന്തെങ്കിലും മെറ്റീരിയൽ മൊബിലൈസ് ചെയ്യാനൊക്കെ വേണമെങ്കിൽ നമുക്ക് രണ്ടുകൂടെ ഓപ്പൺ ചെയ്ത് വെക്കാവുന്ന രീതിയിലാണ്. ഇപ്പം നമ്മളിവിടെ ഒരു സാമ്പിൾ ഫ്ലാറ്റായിട്ട് ചെയ്തതാണോ ഇത്? അല്ല, ഇതൊരു ക്ലയൻറ്റ് അവർക്ക് വേണ്ടി ചെയ്തതാണ്. കംപ്ലീറ്റ് ഫിനിഷ് ആയിട്ടില്ല. കുറച്ച് ഫർണിച്ചറൊക്കെ ഇട്ട് ഇങ്ങനെ
ടോട്ടലി അപ്പായിട്ടില്ല. ഗംഭീരമായ സംഭവം ഈ കാണുന്നത് തന്നെയാണ് ഈ ഇതിന്റെ ഈ ബാൽക്കണിയാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അതായത് ഒരു 6.5 മീറ്റർ വൈഡായിട്ടുള്ളൊരു ബാൽക്കണിയാണ്. ഇവിടെ നല്ല സോഫയൊക്കെ ഇട്ടുണ്ടല്ലോ, സുഖമായി ഇരിക്കാം. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രോയിങ് റൂമിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് തന്നെയാണ് ഇത്. അതെ കാരണം ഇതിനകത്തൊരു ഫോമൽ ലിവിങ്, ഒരു ഫാമിലി ലിവിങ്, ഒരു ഡൈനിങ്, ഇത് മൂന്നോട് ഒന്നിച്ച് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഫോർമാറ്റാണ് എൽ ഷേപ്പിൽ. ഇതിപ്പോൾ ഇവിടെയൊക്കെ ലാവിഷ് ഏരിയ ഈ പറഞ്ഞ പോലെ ഡൈനിങ് ഉണ്ട്. ഡൈനിങ് ഏരിയ ഇവിടെ വരുന്നു. പിന്നെ ഈ ഡൈനിങ്ങിനോട് ചേർന്നിട്ട് നമ്മളൊരു കോമൺ വാഷ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ആ ഒരു കോമൺ വാഷ് ഏരിയ. ഇതൊരു ഓപ്പൺ കിച്ചൺ. ഓപ്പൺ കിച്ചൺ എന്ന് പറയുന്നത് ഇപ്പം എല്ലാവരും ഓപ്പൺ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഇതിനെ കൊടുത്തിരിക്കുന്നത് ഇതൊരു പാരലൽ കിച്ചൺ കോൺസെപ്റ്റില്ല. അതായത് 2 സൈഡിലും വർക്ക് സ്റ്റേഷൻ വരുന്ന രീതിയിൽ. സാധാരണ നമ്മൾ സി ടൈപ്പ്, സി ഷേപ്പ്, ഡി ഷേപ്പ് അങ്ങനെയൊക്കെയല്ലേ വരുന്നത്. ഇത് 2 സൈഡിലും വരുന്ന രീതിയിൽ ഇത് കൊടുത്തിരിക്കും. പിന്നെ അതുകൂടാതെ അവിടെ ഒരു വർക്ക് ഏരിയയുടെ കൂടെ ഒരു മെയ്ഡ്സ് ടോയ്ലറ്റ് കൂടെ ഉണ്ട്. ഇവിടെ ഇനിയുണ്ട്. അതെ, അതായത് ടോട്ടൽ നമുക്ക് 5 ടോയ്ലറ്റാണ് ഉള്ളത്. 3 ബെഡ്റൂമിന് 5 ടോയ്ലറ്റ് വരും. എന്തായാലും ഈ ഏരിയയും ഭംഗിയായിട്ടുണ്ട്. മൊത്തത്തിലൊരു ഒറ്റ യൂണിറ്റ് ആയിട്ട് നമുക്ക് രസമായിട്ട് തോന്നും. അതെ, ഇപ്പൊ നമുക്ക് ഇതിന്റെ AC യൂണിറ്റ് നമ്മളാകെ ഇങ്ങനെ ഈ വെന്റ് മാത്രമേ കാണുള്ളൂ. മറ്റേ സ്പ്ലിറ്റ് വെക്കുന്നതിന്റെ സ്പ്ലിറ്റ് വെച്ചാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബാൽക്കണിയിലോ എവിടെയെങ്കിലും ഇതിന്റെ ഔട്ട്ഡോർ വെക്കണമല്ലോ. അപ്പൊ മിനിമം ഒരു 5 യൂണിറ്റെങ്കിലും വെക്കണമല്ലോ. അപ്പോൾ 5 ഔട്ട്ഡോർ നമ്മുടെ പുറത്ത് ബാൽക്കണിയിലൊക്കെ ആയിട്ട് വരണമല്ലോ. ഇതാകുമ്പോൾ അതിനായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ശരിക്കും പറഞ്ഞാൽ നമ്മളിത് വെളിയിൽ നിന്ന് കാണുമ്പോൾ ഇതിന്റെ ഒരു എലിവേഷന്റെ ഭംഗി തന്നെ ഈ ഇത്തരം AC യൂണിറ്റ് ഒന്നും വെളിയിലില്ല. അതിപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പാർട്ട്മെന്റ്സ് നിറച്ച് ACയുടെ ഔട്ട്ഡോർ യൂണിറ്റ് പ്രത്യേകിച്ച് ഇപ്പോൾ 40 ഡിഗ്രിയിലേക്ക് ചൂടെത്തിയോണ്ട് വേറെ മാർഗമൊന്നുമില്ല. നമ്മൾ പിന്നെ 3 ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഒരു ഫോയർ വഴി കണക്ട് ചെയ്തിട്ടാണ്. അപ്പം ഇത് ഞാൻ വീണ്ടും പറയണുണ്ട്, ഇത് ഫുള്ളി ഫർണിഷ്ഡ് അല്ല, ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് ഏരിയ കാണിക്കാൻ വേണ്ടി മാത്രം. അതെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇതിനോട് ചേർന്ന് ഒരു വലിയ ബാൽക്കണി അവിടെ ഇവിടെ നല്ല ബാൽക്കണി ഏരിയ ഉണ്ട്. ഇവിടെ നമ്മൾ നേരെ കാണുന്നത് നിപ്പോൺ Q1 മാളാണ് നേരെ കാണുന്നത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്നത് EMC എറണാകുളം മെഡിക്കൽ സെൻ്റർ ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലാണ് പേടിപ്പിച്ചല്ല കേട്ടോ, ഞാൻ പറയായിരുന്നു സൗകര്യങ്ങൾ അല്ലേ. പിന്നെ എറണാകുളത്ത് ഏറ്റവും ഗംഭീരമായ വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്ന വൃന്ദാവൻ ഹോട്ടൽ അറ്റ്ലീസ്റ്റ് കണ്ടോണ്ടെങ്കിലും ഇരിക്കാം. നേരെ ആ മഞ്ഞ ബോർഡ് കാണുന്നതാണ് വൃന്ദാവൻ. എല്ലാം തൊട്ടടുത്ത് തന്നെയുണ്ട്. സ്റ്റേഡിയം എന്താ തൊട്ടടുത്ത് അല്ലേ? ശരിക്കും പറഞ്ഞാൽ അടുത്ത് വളരെ അടുത്ത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ അടുത്ത്. എന്നാൽ ഈ ഒരു ബാൽക്കണി ഒന്നും ഒട്ടും പിശുക്കില്ല കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ സാമാന്യം കൊള്ളാവുന്ന ഒരു സീറ്റിംഗ് ഏരിയ സെറ്റ് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമായിട്ട് പറയുന്നത്. ഇതിന് ഇവിടെ ഈ സൈഡിൽ വാർഡ്രോബ് സ്പേസ് ഉണ്ട്. ടോയ്ലറ്റ് യൂണിറ്റ് ഇവിടെയാണ് വരുന്നത്. അത് ഫുള്ളി ലോഡഡ് ടോയ്ലറ്റ് ആയിട്ടാണ്. അപ്പോൾ ഇത്തരം ഫിറ്റിങ്സ് എല്ലാം നമ്മൾ ഇൻക്ലൂഡിങ് ആണ്. ഇങ്ങനെയുള്ള നല്ല സാമാന്യം വലിയൊരു പ്രൊവിഷനുണ്ട്. പിന്നെ ഇവിടെ ഇതൊന്നും ഫൈനലായിട്ടില്ല, ജസ്റ്റ് സ്പേസ് മാത്രം കാണാം. ഇത് സെക്കൻഡ് ബെഡിൻ്റെ ടോയ്ലറ്റ്. പിന്നെ നമുക്ക് ഇതൊരു യൂട്ടിലിറ്റി ബാൽക്കണിയാണ്. ഇവിടെയാണ് നമുക്ക് എന്താ പറയുക, നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ വെക്കാം. ACയുടെ ഔട്ട്ഡോർ ഇവിടെയാണ് വരുന്നത്. പിന്നെ തുണി ഉണക്കാനുള്ള സ്പേസ് ആയിട്ട് ഇവിടെയാണ്. ഇതൊന്നും നമ്മൾ പൊതുവെ ഒരു അപ്പാർട്ട്മെന്റിലും കാണുന്നല്ല കേട്ടോ. അതെ, ഇത് ബാൽക്കണി ആയിട്ട് ഉപയോഗിക്കാം. യൂസ് ചെയ്യാം. അതെ, അതെ, ആ വീട്ടിലൊക്കെ ശരിക്കും അത് യൂസ് ചെയ്തിരിക്കുന്നുണ്ടോ? അതെ, ചെടികളൊക്കെ വെച്ച് വാഷിംഗ് മെഷീനും പിന്നെ ഇതെല്ലാം സാധനങ്ങൾ എല്ലാ സാധനവും വീടിനകത്തേക്ക് കയറ്റേണ്ട, സുഖമായിട്ട് വെളി വയ്ക്കാം. അതെ, ഇതെല്ലാം വളരെ തോട്ട്ഫുള്ളി ഡിസൈൻ ചെയ്തിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ 3 ബെഡ്റൂമാണ്. 3 ബെഡ്റൂം എല്ലാ അപ്പാർട്ട്മെന്റിനും ഒരേ ഡിസൈൻ ആണ്. അപ്പോൾ ഇതിന്റെ മിററാണ് എയുടെ മിററാണ് B വരുന്നത്. ഏതെങ്കിലും തരത്തിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമോ? പറ്റും. ഇവിടെ എന്ന് വെച്ചാൽ 2 അപ്പാർട്ട്മെന്റ്, അപ്പോൾ സൈഡ് വൈസ് ഉള്ള 2 അപ്പാർട്ട്മെന്റ് എടുത്ത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളവരുണ്ട്. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം. ആകെ ഈ ഒരു ബെഡ്റൂമിന് മാത്രമേ ബാൽക്കണി ഇല്ലാത്തതുള്ളൂ. ബാക്കി എല്ലാ ബെഡ്റൂമിനും ബാൽക്കണി ഉണ്ട്. എല്ലാത്തിനും നല്ല ടോയ്ലറ്റും ഉണ്ട്, വാർഡ്രോബും ഉണ്ട്. അതെ, അപ്പോൾ ഏതായാലും ലാവിഷായിട്ടുള്ള സ്പേസ് ഇവിടെ. ബാൽക്കണിയും ഈ ഒരു ഓപ്പൺ സ്പേസുമാണ് ഇതിൻ്റെ USP എന്ന് വിളിക്കാവുന്നത്. അതെ അല്ലേ? ഒട്ടും തന്നെ നമുക്ക് കാണ്ടായിട്ടുള്ള ഒരു ഫീല് തോന്നാത്ത രീതിയിൽ അങ്ങനെ തുറന്നിടാം. തന്നെയല്ല 18ാമത്തെ ഫ്ലോറൊക്കെയാണ്.
പ്രൈവസിയുടെ പ്രശ്നങ്ങളൊന്നുമില്ല. വിഷയമായിട്ട് തുറന്നിട്ട് മാത്രമല്ല ഇതിന് ഷെയറിംഗ് വാൾ വളരെ കുറവാണ്. ഇപ്പോൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റുമായിട്ട് ഷെയർ ചെയ്യുന്ന ഈ ഒരൊറ്റ കോമൺ ലിവിങ്ങിൻ്റെ ഒരു ചെറിയ വാളേ ഉള്ളൂ. അപ്പം ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് പലരും അങ്ങനെ ചെയ്തിരിക്കുന്നത്, കമ്പൈൻഡ് ഫ്ലാറ്റ് ആക്കി എടുത്തിരിക്കുന്നത്. കമ്പൈൻഡ് ഫ്ലാറ്റ് ആണെങ്കിൽ ആവശ്യമാണ്. അതെ. അതാകുമ്പോൾ ഇതിൻ്റെ 2250 ഇരട്ടി 4500 സ്ക്വയർ ഫീറ്റോളം വരുമല്ലോ രണ്ടെണ്ണം കമ്പൈൻ ചെയ്യുമ്പോൾ. പിന്നെ കൂടുതൽ സ്പേസ് തോന്നുന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ചെന്നപ്പോൾ പുള്ളി കുറച്ചുകൂടെ മിനിമലിസ്റ്റിക് ആയിട്ടാണ്. അതെ, എത്ര മിനിമലിസ്റ്റിക് ആകുന്നു അത്രയും സ്പേസ് ഫീൽ ചെയ്യും. അത് കയറിയപ്പോൾ എനിക്ക് ഇതിനേക്കാളൊക്കെ കാര്യമായിട്ട് സ്പേസ് തോന്നി. പക്ഷേ കുറച്ചുകൂടി ഒന്ന് സാധനങ്ങൾ കൂടുതലിട്ട് അതെ, കുറച്ചുകൂടെ വലിയ സൈസ് വലിയ ഫർണിച്ചറും ഒക്കെ ഇട്ടേക്കുന്നത് ഇതാണ്. അപ്പോൾ എന്തായാലും ഇതാണ് ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ രൂപം, അതായത് സ്പേസ് വെച്ചിട്ട് നമുക്ക് പറയാവുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടം പോലെ കസ്റ്റമൈസ് ചെയ്യാം. അതെ, എന്തായാലും എല്ലാ തരത്തിലും. ഇതിൻ്റെ ഇപ്പോൾ ഈ ഒരു ഏരിയ അല്ല എനിക്ക് എന്നെ അട്രാക്ട് ചെയ്തത്, ഇതിൻ്റെ മറ്റ് കോമൺ ഏരിയ. അതെ, നിങ്ങൾക്ക് ലാവിഷായിട്ട് ജീവിക്കാം. തന്നെയല്ല ഈ 1.25 ഏക്കറിൽ ഈ ഒരു നടുക്ക് നിൽക്കുന്ന ഈ യൂണിറ്റ് അല്ലാതെ മറ്റ് ഒന്നും ഒരു ഇതുമില്ല. അതായത് 75% ഓപ്പൺ സ്പേസ്. ഈ 1.25 ഏക്കറിൻ്റെ 75% ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. അതെന്തായാലും ഗംഭീരമായിരുന്നു. ഈ ഒരു എന്താ പറയുക, ഇതിൻ്റെ അകത്ത് കാണാൻ സാധിച്ച സന്തോഷമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് കാണാം? നമുക്ക് പാർക്കിംഗ് ഒന്ന് കാണാം. പാർക്കിംഗ് ഏരിയ കാണാം. അപ്പോൾ നമ്മളിനി ഒരു പാർക്കിംഗ് ഏരിയയിലേക്ക് പ്രവേശിക്കുകയാണ്. പറഞ്ഞല്ലോ, താഴത്തെ 4 ഫ്ലോർ പാർക്കിംഗ് ആണ്. പാർക്കിങ്ങിൽ നിന്ന് നമുക്ക് എല്ലാ ഏരിയയിലേക്കും എൻട്രൻസ് ഉണ്ട്. ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് അപ്പാർട്ട്മെൻറ്റ് വാങ്ങിക്കുമ്പോൾ ഡിഫോൾട്ടായിട്ട് എത്ര പാർക്കിംഗ് കൊടുക്കുന്നു? ഒരു പാർക്കിംഗ് ആണ് നമ്മളിതിൻ്റെ കൂടെ കൊടുക്കുന്നത്. അതല്ലാതെ അഡീഷണൽ പാർക്കിംഗ് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ജനറേറ്റർ ബാക്കപ്പ് ഒക്കെ എങ്ങനെയാണ്? ജനറേറ്റർ ബാക്കപ്പ് നമുക്ക് എല്ലാ അപ്പാർട്ട്മെൻറ്റിനും നോർമലി പോലെ തന്നെ ഫുൾ ബാക്കപ്പാണ്. ഇങ്ങനെയാണ് ഒരു പാർക്കിംഗ് സ്പേസ് വരുന്നത്. അപ്പോൾ ഇതിനകത്തെന്ന് വെച്ചാൽ ഒരു സൈഡ് വേയ്ക്ക് ഒരു സൈഡിലെ പാർക്കിംഗ് ഉള്ളൂ, ഒരു ബേയിൽ ഒരു സൈഡിലെ പാർക്കിംഗ് ഉള്ളൂ. സാധാരണ ഒരു വേ കൊടുത്തു കഴിഞ്ഞാൽ 2 സൈഡിലും പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കൺവീനിയൻസ് ഉണ്ട്. മാത്രമല്ല പാർക്കിങ്ങിൻ്റെ സ്പേസൊക്കെ ഇത് കണ്ടാൽ അറിയാം, അത്യാവശ്യം നല്ല എന്താ പറയുക വൈഡർ സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട് ആനന്ദിൻ്റെ വൈഫ്. അതെ. ആ കിടക്കുന്നത് ആനന്ദിൻ്റെ സ്വന്തം വണ്ടിയുമാണ്. നമ്മൾ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ നമ്മൾ തുടങ്ങിയത് ആ ഒക്ടേവിയ വെച്ചിട്ടായിരുന്നു. അതെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് നേരത്തെ അസ്ലം പറഞ്ഞത്. ഈ കുട്ടികൾ ഓടിക്കളിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ വണ്ടി ഓടിച്ച് പോകുന്ന ഒരു വലിയ പ്രശ്നം അപ്പാർട്ട്മെൻറ്റ്സിലുണ്ട്. അതെ, ഇത് മുകളിൽ പാർക്ക് ചെയ്യുന്നു, സൈഡിൽ കൂടെ ഇറങ്ങി പോകും. ഒരു തരത്തിലും കോമൺ ഏരിയ പാർക്കിംഗ് വണ്ടിയുടെ വരവും പോക്കും എഫക്റ്റ് ചെയ്യുന്നില്ല. ഇത് നമ്മൾ ലോബിയിലേക്കുള്ള കാഴ്ചയാണല്ലേ ഇത്? അതെ, ഇവിടുന്ന് ലോബിയിലേക്കുള്ള വ്യൂ ആണ്. എന്തായാലും വളരെ ലാവിഷാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കൂടുതൽ വണ്ടികൾ ഇടണമെങ്കിൽ കൂടുതൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. അതെ. മിക്കവാറും തന്നെ പലരും ഒരു ഒന്നിലധികം പാർക്കിംഗ് എടുത്തിട്ടുള്ളവരുണ്ട്. തീർച്ചയായിട്ടും. അത് എല്ലാവർക്കും 2 വണ്ടി മിനിമം ഉണ്ടാവുമല്ലോ. അതെ. പിന്നെ എല്ലാവരും ഒക്കെ വന്ന് താമസം തുടങ്ങുന്നവരെ അവിടെ ഇവിടെയൊക്കെ ഇടാം. അതിനുശേഷം പിന്നെ എന്തായാലും അവരോട് അല്ല. നമുക്ക് പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് 100+ ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള ഡെഡിക്കേറ്റഡ് സ്പേസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ സ്പേസ് ഉണ്ട്. ഇവിടെ ടോയ്ലറ്റ് കാണും. ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്. ഇപ്പോൾ ഡ്രൈവേഴ്സിനൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഒരു കോമൺ ടോയ്ലറ്റും സം ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബൈക്കുകളുടെ ഏരിയ ഇതിനകത്ത് അതോ? ഇതിനകത്ത് തന്നെ മുകളിലത്തെ ഇതിലും ബേസ്മെൻറ്റിലും ഒക്കെ ആയിട്ട് ബൈക്ക്. സാധാരണ ബൈക്ക് വെക്കാൻ നമുക്ക് ആർക്കൊരു സ്പേസ് ഉണ്ടാവില്ല. ബൈക്കുകൾ 2 കിടക്കാനായിട്ടുള്ളത്. അതെ. ഇതിലിഷ്ടം പോലെ ബൈക്ക് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് ആക്സസ് വെച്ച് കയറാൻ പറ്റും. അതെ, ആ തരത്തിലെല്ലാം കാര്യത്തിലും സെക്യൂരിറ്റി എല്ലാം പക്കയാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ലോബി കാണാവുന്ന ഒരു സ്ഥലമുണ്ട്, അതുകൂടെ ഒന്ന് കണ്ടേക്കാം. ഏതായാലും വുഡൻ വർക്കൊക്കെ ഗംഭീരമാണ് ലോബിയിൽ. ഇവിടെ നിന്നുള്ള വ്യൂവും ഗംഭീരമാണ്. അപ്പോൾ എനിക്കൊന്ന് നമ്മൾ ഏകദേശം ഏരിയ ഫിനിഷ് ചെയ്തു. നമുക്ക് കയറാവുന്ന സ്ഥലങ്ങൾ, കാരണം ഗംഭീരമായിട്ട് ഇൻറ്റീരിയർ ചെയ്ത അപ്പാർട്ട്മെൻറ്റ്സ് ഇവിടെ ഉണ്ടാകാം. പക്ഷേ നമുക്ക് അങ്ങനെ ആക്സസ് ഇല്ലല്ലോ, അതുകൊണ്ട് എത്രയൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. എങ്കിലും ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഏരിയ എത്രയെന്ന് കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ കോമൺ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ നോർമലി ഉള്ള ഒരു സ്പേസിനെ പറ്റി നമുക്കൊരു ഐഡിയ കിട്ടിയത്. ഇത് നമുക്ക് ലോബിയിൽ എത്തിയിട്ടൊന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കാം. ശരി.
അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഇത് കാണാൻ വരുന്നുണ്ടെങ്കിൽ ഇവിടെ എപ്പോഴും സ്വാഗതമാണോ? എപ്പോഴും സ്വാഗതമാണ്. മാത്രമല്ല ഞങ്ങളുടെ ഓഫീസ് ഈ ഹോളിഡേ ഇൻ ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്റ്റാർബക്സ് ഒക്കെ ഇരിക്കുന്ന ബിൽഡിംഗാണ് ഞങ്ങളുടെ ഓഫീസ്. അപ്പം എപ്പം വന്നാലും അല്ലെങ്കിൽ ഈവൻ ഇവിടെ സൈറ്റിൽ വന്നിട്ട് വിളിച്ചാലും ഞങ്ങൾക്ക് 5 മിനിറ്റ്സിൽ എത്താവുന്ന സെയിൽസ് ടീമിൽ എത്താവുന്ന ദൂരമുള്ളൂ. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാം കണ്ടു കാണും, അല്ലെങ്കിൽ പോലും കാണുന്നതല്ലല്ലോ. അതെ, വീഡിയോ കാണുന്ന നല്ല കാര്യം. നിങ്ങൾ നേരിട്ട് വന്ന് തന്നെ കാണുക. എല്ലാ തരത്തിലും പ്രോക്സിമിറ്റി അതുപോലെ തന്നെ കോമൺ ഏരിയ, ഇത് രണ്ടുമാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. പിന്നെ മുകളിലേക്കൊക്കെ പോകുന്നതോറും അമേസിംഗ് ആയിട്ടുള്ള വ്യൂ ആണ് കൊച്ചി നഗരത്തിൻ്റെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഈ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചു ചോദിക്കാം കാര്യങ്ങൾ. അതിനുശേഷം വന്ന് വിസിറ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിക്കുക. വിലയും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു വാവ് ഫാക്ടർ ഇതിൽ കണ്ടു എന്നുള്ളതാണ് ഞാനിൽ ഈ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിക്കുന്ന തന്നെ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഒരു വാവ് ഫാക്ടർ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കാം. പിന്നെ ട്രസ്റ്റഡ് ബിൽഡറാണ്. ഏറ്റവും മനോഹരമായ വില്ല പ്രോജക്ട്സൊക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ട്രാവൻകൂർ ബിൽഡേഴ്സ്. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു ചേട്ടാ. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് എന്തെങ്കിലും 10-15 ലക്ഷം രൂപ കുറച്ച് കൊടുക്കണം. ഉറപ്പായിട്ടും നമുക്കത് കൺസിഡർ ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ. താങ്ക്സ്.